മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ രക്തപുഷ്പാഞ്ജലി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഈ രക്തപുഷ്പാഞ്ജലിക്ക് കിട്ടുന്ന ഒരു പ്രസാദമുണ്ട്. നല്ല തേങ്ങയും ശർക്കരയൊക്കെ കൂട്ടി കുഴച്ചിട്ടുള്ള ഒരു അടിപൊളി പ്രസാദം. അതിഗംഭീരമായ ഒരു ടേസ്റ്റാണ് ആ പ്രസാദത്തിന് വേണ്ടി. നമ്മളൊക്കെ അവിടെ അമ്പലത്തിൽ പോകുമ്പോൾ ഈ ഒരു പ്രസാദം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ആ പുഷ്പാഞ്ജലി കഴിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവതിയുടെ ദാരു ശില്പ പ്രതിഷ്ഠയുള്ള, അതായത് വരിക്കപ്ലാവിന്റെ ഒറ്റത്തടിയിൽ തീർത്ത ദാരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. പിന്നെ ശ്രീമൂലസ്ഥാനത്ത് ശിവനുണ്ട്, പാർവതിയുണ്ട്, മംഗല്യ പൂജ ചെയ്യുന്ന ഗണപതി, മന്ദാതാവ് മഹർഷി തപസ് ചെയ്ത കാവ് കാണാം. അവിടെ ക്ഷേത്രപാലകനുണ്ട്, നാഗങ്ങളുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, അതിമനോഹരമായ ആറാട്ട് കടവുണ്ട്. താഴേക്കിറങ്ങിയാൽ നമുക്ക് വള്ളുവ കോനാതിരിയുടെ ചാവേർ പടയാളികൾ മാമാങ്കത്തിന് പോയിരുന്ന ചാവേർ തറ കാണാം. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടി നമുക്ക് അവിടെ കാണാൻ പറ്റും. വള്ളുവ കോനാതിരിയുടെ പരദേവതയാണ് തിരുമാന്താംകുന്ന് ഭഗവതി. ഇപ്പൊ തിരുമാന്താംകുന്നിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രക്തപുഷ്പാഞ്ജലി കഴിച്ച് ഈ ഒരു പ്രസാദം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. തേങ്ങയും ശർക്കരയും കൂടി കുഴച്ച് കിട്ടുന്ന ഈ ഒരു പ്രസാദം.